അതെ, കാനഡ പിയർ തന്നെയാണ് ഈ എപ്പിസോഡിൻ്റെ വിഷയം. എല്ലാവർക്കും ടൈം ടേണറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുപാട് കാലത്തിന് ശേഷമാണ്, നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു പുതിയൊരു എപ്പിസോഡ് വരുന്നത്. പക്ഷേ പതികളൊന്നും തെറ്റിക്കുന്നില്ല. ഈ ചാനൽ ഇതുവരെ അൺസബ്സ്ക്രൈബ് ചെയ്യാതെ, അതാണ് ഹൈലൈറ്റ്, അൺസബ്സ്ക്രൈബ് ചെയ്യാതെ കൂടെ നിന്ന് എല്ലാവർക്കും ഒത്തിരി നന്ദി. പിന്നെ പൊതുവായിട്ട് വരുന്നവർക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല ഈ ചാനൽ എന്താ സംഭവിക്കുന്നതെന്ന്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. റെഗുലറായിട്ട് കുറച്ച് പ്രകൃതി രമണീയതയുടെ യൂട്യൂബ് ഷോർട്സ് ഇടുന്നല്ലാതെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസൊന്നും ഇല്ലാത്തൊരു കൊച്ചു യൂട്യൂബ് ചാനലാണിത്. അവർക്കും നന്ദി. പിന്നെ എല്ലാവർക്കും ഒത്തിരി നന്ദി ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നതിന്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെക്കുറിച്ചോ ഇമിഗ്രേഷൻ ലെവലിനെ കുറിച്ചോ അല്ലെങ്കിൽ കാനഡ US പ്രശ്നങ്ങളെക്കുറിച്ചോ സംസാരിക്കാനൊന്നുമല്ല. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, അതായത് കാനഡ PR എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, എൻ്റെ CRS പോയിൻറ്റ്സ് എത്രയാണ്, സിറ്റുവേഷൻ എന്താണ്, എൻ്റെ ഭാവി പ്ലാൻ എന്താണ്, ഭാവി എന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ പ്ലാൻ എന്താണ്, മുതലായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അത് അപ്ലോഡ് ചെയ്യുമെന്ന് അറിയില്ല, കാരണം ഇതുപോലെ മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാത്ത ഒരുപാട് എപ്പിസോഡുകളുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഡീറ്റെയിൽസിൽ കിടക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാനിതിന് മുമ്പ് കാനഡനെ കുറിച്ചുള്ള വ്ളോഗ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ടൈം ലൈൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2021 സെപ്റ്റംബർ ഇൻടേക്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് വന്ന ഒരാളാണ്. 2 വർഷത്തെ കോഴ്സാണ്. 2 വർഷം എന്ന് പറഞ്ഞാൽ സെമസ്റ്റർ ബ്രേക്ക് ഒന്നും ഇല്ലാതെ ഞാൻ കൊണസ്റ്റോക്ക് കോളേജിൽ ഒരു പ്രോഗ്രാം ചെയ്തു. അപ്പം ഈ സെമസ്റ്റർ ബ്രേക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 2022 ഡിസംബറിൽ എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 2023 മാർച്ചൊക്കെ ആയപ്പം ഞാൻ ഒരു ജോലിക്ക് കയറി. ഇപ്പോഴും ഞാൻ അതേ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ടൈം ലൈന്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, എനിക്ക് PR കിട്ടിയോ? ഒബ്വിയസ്ലി കിട്ടിയിട്ടില്ല. കിട്ടിയിരുന്നെങ്കിൽ ഞാൻ PR കുറിച്ചുള്ളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്തേനെ. അപ്പം ഇത് ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ എൻ്റെ CRS സ്കോർ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ എൻ്റെ CRS സ്കോർ, അതായത് ഞാൻ ഓഗസ്റ്റ് 2024 എങ്ങാണ്ടാണ് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തത്. അത് ഈ വർഷം 2025 ഓഗസ്റ്റിൽ എക്സ്പയർ ആവുകയും ചെയ്യും. അപ്പം ഇപ്പോഴത്തെ എൻ്റെ ഒരു പോയിൻ്റ് നിലവാരം എന്ന് പറയുന്നത് 450 പോയിൻ്റാണ്. അതായത് ഞാൻ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡും കൂടെ ആപ്ലിക്കൻ്റാണ്. അപ്പം 450 പോയിൻറ്റ്സ് ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. അതെങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത്, CRS ടൂൾ കാൽക്കുലേറ്റർ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ജസ്റ്റ് അറിയാത്തവർക്കോ അല്ലെങ്കിൽ ഞാൻ ഏതൊക്കെ പോയിൻറ്റ്സ് ആണ് ക്ലെയിം ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് ഷെയർ ചെയ്യാം. അപ്പം നെറ്റിൽ സെർച്ച് ചെയ്താൽ നമുക്ക് CRS സ്കോർ കാൽക്കുലേറ്റർ നോക്കിക്കഴിഞ്ഞാൽ സംഭവം കിട്ടും. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ മാരീഡാണ്. എൻ്റെ സ്പൗസ് PR സിറ്റിസൺ അല്ല. കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുമിച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. എനിക്കിപ്പം 34 ഇയേഴ്സ് ഉണ്ട്. അപ്പം ഞാനത് കൊടുക്കാം. അടുത്ത കുറച്ച് മാസത്തിനുള്ളിൽ എനിക്ക് ആ പോയിൻറ്റ്സ് പോവും. അതായത് ഏജിൻ്റെ പോയിൻറ്റ്സ് 5 പോയിൻറ്റ് കുറയും, കാരണം എനിക്ക് 35 വയസ്സാവും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ കാനഡയിൽ എഡ്യൂക്കേഷൻ എടുത്തിട്ടുണ്ട്. 2 ഇയർ സർട്ടിഫിക്കറ്റാണ്. പിന്നെ ഞാൻ IELTS മുമ്പ് എഴുതിയിട്ടുണ്ട്, കഴിഞ്ഞ വർഷം എഴുതിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ സ്കോറ് ഞാനിവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. എനിക്ക് ലിസണിങ്ങിന് മാത്രമേ അത്യാവശ്യം നല്ല സ്കോറുള്ളൂ. സ്പീക്കിങ്ങിലൊക്കെ വളരെ കുറവാണ്. പിന്നെ ഞാൻ ഫ്രഞ്ച് അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്കിപ്പം 1 ഇയർ എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ട്. ഈ നെക്സ്റ്റ് മാർച്ചിൽ 2 ഇയർ ആവും. പിന്നെ ഇന്ത്യയിൽ എനിക്ക് 2 വർഷം ഇതേ NOC കോഡിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ബാക്കി എല്ലാ സംഭവങ്ങളും, നോമിനേഷനൊന്നും ഇല്ല. പിന്നെ വേറെ സിബ്ലിങ്സ് അങ്ങനത്തെ പോയിൻറ്റ്സ് ഒന്നും എനിക്ക് ക്ലെയിം ചെയ്യാനില്ല. പിന്നെ ഹസ്ബൻഡിൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്. അതേപോലെ പുള്ളിക്ക് ഇപ്പോൾ ഇവിടെ 2021 മുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ഒരേ NOC കോഡിൽ. പുള്ളി ഇതുവരെ ലാംഗ്വേജ് ടെസ്റ്റ് എടുത്തിട്ടില്ല. അപ്പം ഇത്രയാണ് ഇപ്പം ഞങ്ങളുടെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, 450 പോയിൻറ്റ്സ്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം 2024 509 ഇത് കറക്റ്റ് എനിക്കറിയില്ല, അത്രയ്ക്കായിരുന്നു CEC കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എക്സ്പ്രസ് എൻട്രിയിലെ സബ് ഗ്രൂപ്പായിരുന്നു. അപ്പം അതിൻ്റെ പോയിൻ്റ് വന്നത് അതുവഴിയാണ്. അപ്പോൾ ഈ പോയിൻ്റ് വെച്ചിട്ട് എന്തായാലും കിട്ടാനും ചാൻസ് ഇല്ല. പിന്നെ ഞാൻ 1 ഇയർ എക്സ്പീരിയൻസ് വെച്ചിട്ടും എൻ്റെ നിലവിൽ IELTS വെച്ചിട്ടും എന്തായാലും 500 ക്രോസ് ചെയ്യാനുള്ള ചാൻസേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വളരെ പതുക്കെയാണ് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്തത്. അതായത് എക്സ്പീരിയൻസ് 1 ഇയറൊക്കെ കഴിഞ്ഞ് കുറേ മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്തത്. അപ്പം
ഇപ്പോഴത്തെ ഈ നിലക്ക് ഒരു കാരണവശാലും എനിക്ക് ഇൻവിറ്റേഷൻ വരില്ല. അതായത് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്, ഇൻ കാനഡ എക്സ്പീരിയൻസ് ഉള്ള ആ ഒരു ഗ്രൂപ്പിനകത്ത് എനിക്ക് ITA അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ഒരിക്കലും വരത്തില്ല. ഇനി എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക, അതേപോലെ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് ലാംഗ്വേജ് ടെസ്റ്റ് എഴുതിപ്പിച്ചിട്ട് അതും കൂട്ടിയിട്ട് എനിക്ക് കുറച്ച് സ്കോർ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ സെൽഫ് പിപ്പ് ഒരു തവണ എഴുതി, $300 ഫീസ്. അതിനകത്തും എനിക്ക് സ്പീക്കിങ്ങിന് വളരെ കുറവായിരുന്നു. സെൽഫ് പിപ്പ് ആണെങ്കിൽ 9999 വേണം, IELTS ആണെങ്കിൽ 8777 ആയിരുന്നു. അപ്പം സെൽഫ് പിപ്പിനകത്ത് എനിക്ക് സ്പീക്കിങ്ങിന് ഇംഗ്ലീഷ് വളരെ മോശമാണ്. അതുകൊണ്ട് വളരെ മോശം സ്കോർ ആയതുകൊണ്ട് എനിക്ക് അപ്രാവശ്യം സെൽഫ് പിപ്പ് എഴുതിയപ്പം എൻ്റെ സ്കോർ കുറയുകയാണ് ചെയ്തത്, CRS സ്കോർ കുറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്തിട്ട് ഒന്നുകൂടെ സെൽഫ് പിപ്പ് എഴുതാൻ, അതായത് $300 ഇനിയും ചിലവഴിച്ച് ഞാൻ സെൽഫ് പിപ്പ് എഴുതാൻ പോവുകയാണ് ഒരു പ്രതീക്ഷയിൽ, അതായത് സ്കോർ കൂടുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ. അതേപോലെ ഹസ്ബൻഡിനെ കൊണ്ടും ഈ സെയിം എക്സാം നമ്മൾ എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്ത് അതാണ് ഒരു പോയിൻ്റ്, ലാംഗ്വേജ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ മാർച്ചിൽ ഞാൻ 2 വർഷമാവും എൻ്റെ എക്സ്പീരിയൻസ്. അപ്പം അങ്ങനെയും പോയിൻ്റ് കൂടും. അപ്പം ഞങ്ങളുടെ ലാംഗ്വേജ് സ്കോർ മാക്സ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 500 പോയിൻ്റ് CRS ക്രോസ് ചെയ്യും. ഒരു 519 520 ആ ഒരു റേഞ്ചിലേക്ക് എത്തും. പക്ഷേ സെൽഫ് പിപ്പ് മാക്സ് ഔട്ട് ചെയ്യണം. ഇത് നമ്മുടെ കയ്യിൽ, അതായത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇംഗ്ലീഷ് സാഹിബിനെ പോലെ സംസാരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അതൊരു ഞാണിന്മേൽ കളിയാണ് ഇപ്പോഴത്തെ നിലക്ക്. സെൽഫ് പിപ്പിൽ നല്ല സ്കോർ കിട്ടുമോ ഉള്ളത്. കാരണം ഈ കഴിഞ്ഞ കൊല്ലത്തിൽ 500-ന് താഴെ പോയിട്ടില്ല കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ ഇൻവിറ്റേഷൻസ്. ഈ വർഷം ജനുവരി 8-ാം തീയതി വന്ന ഒരു ഡ്രോ ഉണ്ടായിരുന്നു. ആ ഡ്രോയ്ക്കകത്ത് ഭയങ്കര ഹൈ സ്കോറായിരുന്നു. ഇന്നലെ ജനുവരി 21-ാം തീയതി 23-ാം തീയതി വന്നു ഒരു പുതിയ ഡ്രോ വന്നതിനകത്ത് 520 സംതിങ് ആണ്. അപ്പം ട്രെൻഡ് അനുസരിച്ചിട്ടാണെങ്കിൽ ഈ സ്കോർ കുറഞ്ഞ് 500-ഒക്കെ വരുമായിരിക്കും. പക്ഷേ അറിയില്ല, ആരും ഒന്നും കൺഫർമേഷനൊന്നും നമുക്ക് തരത്തില്ലല്ലോ. അതേപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് പ്രൊവിൻസ് മാറിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ കഴിഞ്ഞ വർഷം അവസാനമായപ്പം ആൽബർട്ടയിലേക്ക് മൂവ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് PR-ന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇതുവരെ വന്നിട്ടില്ല. കാരണം ആൽബർട്ട ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊവിൻസുകളുടെയും PNP കോട്ട എന്ന് പറയുന്നത് 50% വെട്ടിക്കുറച്ചുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് 4000-ൽ നിന്ന് എൻ്റെ ഒരു പ്രൊഫൈല് ആൽബർട്ട ടെക് പാത്വയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ IT ആണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ചൂസ് ചെയ്യുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പം ആ ഒരു പ്രതീക്ഷ ഞാൻ ഏകദേശം വിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ കാനഡ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ 500-ൻ്റെ അടുത്തേക്കോ ആ ഒരു റേഞ്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ മേ ബി കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ, ഉറപ്പൊന്നുമില്ല ഇപ്പോഴും. അപ്പം അതാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി എൻ്റെ ഭാവി എന്ന് പറയുന്നത് ഈ പ്ലാനുകൾക്കനുസരിച്ച് നടക്കണമെന്നില്ലല്ലോ. അപ്പം നമ്മൾ കാനഡ തന്നെ സ്ഥിരമായിട്ട് കാനഡയെ ശരണം എന്നൊന്നും വിചാരിച്ചിരിക്കുന്നില്ല ഇപ്പം നിലവിലേക്ക്. ടെൻഷൻ ഉണ്ടോ ചോദിച്ചാൽ ടെൻഷനൊന്നുമില്ല. നമുക്ക് വരാൻ പോകുന്ന കാര്യത്തിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ടെൻഷൻ അടിക്കുന്നത് പാടെ നിർത്തി. വിഷമമുണ്ട് ചോദിച്ചാൽ വിഷമമുണ്ട്. കാരണം ഫീസൊക്കെ കൊടുത്ത് പഠിച്ച് ഇവിടെ വന്ന് പഠിച്ചു. ഇന്ത്യയിലെ കരിയർ, അതായത് ഇന്ത്യയിലെ IT ജോലി ഉപേക്ഷിച്ചാണ് ഇവിടെ വന്നത്. അപ്പം ചെറിയൊരു വിഷമമുണ്ടോ വെച്ചാൽ വിഷമം ഇല്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. വലിയ വിഷമമൊന്നുമില്ല. പിന്നെ ഇവിടെ പഠിച്ചുകൊണ്ടുള്ള സ്കോറൊക്കെ ഇതിനകത്ത് ആഡായിട്ടുമുണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി ഈ പ്ലാനിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മിറാക്കുലസ്ലി ആൽബർട്ടിൽ നിന്നൊരു ഇൻവിറ്റേഷനൊക്കെ വരുവാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിലവിലത്തെ അവസ്ഥയിൽ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുകൂടാതെ വേറെ ഏതെങ്കിലും കൺട്രീസിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇത് രണ്ടും ഇല്ലെങ്കിൽ നാട്ടിൽ പോകാനുള്ള സിറ്റുവേഷനാണ്. വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് സ്ട്രെസ്സായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഇതുപോലത്തെ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ ഓൾ ദി ബെസ്റ്റ് ഓഫ് ലക്ക്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ വിചാരിച്ചിരുന്നത് ഇത്രയും ഒരു 2 കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്കും PR-ഒക്കെ കയ്യിലിരിക്കും, എന്നിട്ട് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ വീഡിയോ ചെയ്യാം എന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. അതെല്ലാം തെറ്റിപ്പോയി. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് വരുന്ന പോലെ കാണാം ഇനി. പിന്നെ ഓൾറെഡി ITA കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്.
അപ്പം ഇത്രയൊക്കെ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചുള്ളൂ. അതായത് ഇപ്പോൾ എൻ്റെ സിറ്റുവേഷൻ എന്താണ്, എൻ്റെ പ്ലാൻ എന്താണ്, എൻ്റെ കറണ്ട് CRS സ്കോർ ഇതാണ്, ഞാൻ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ സ്റ്റോറി ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാവർക്കും ഇതേ CRS സ്കോറും കാര്യങ്ങളൊന്നും ആവണമെന്നില്ല. പിന്നെ ഇതിന് മുമ്പേ പ്രിപ്പയറായിട്ട് PR കിട്ടിപ്പോയവരും ഉണ്ടാവും, അല്ലെങ്കിൽ ITA വന്നവരും ഉണ്ടാവും, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവരും ഉണ്ടാവും. അപ്പം എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഇനിയിപ്പം നല്ലത് സംഭവിക്കുമോ മോശം സംഭവിക്കണമെന്നൊന്നുമില്ല. സംഭവിക്കുന്നതെല്ലാം നല്ലതിന് എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരുപാട് സ്ട്രെസ്ഡും അല്ല. പ്രിപ്പയർ ചെയ്യുക, പറ്റാവുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി, വേറെ ഏതെങ്കിലും കൺട്രി നോക്കാം. അങ്ങനെ പല പല തോട്ട്സ് ഉണ്ട്. അപ്പം ഇനി ഇതിലാരെങ്കിലും സ്ട്രെസ്ഫുള്ളായിട്ട് ഫിനാൻഷ്യലി കാനഡ തന്നെ ശരണം എന്നുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. വേറെ നിവൃത്തിയൊന്നുമില്ല. പിന്നെ ഈ അപ്കമിങ് മന്ത്സിൽ ഈ 500 എന്നുള്ളതിന് താഴെ വരുമായിരിക്കും എന്ന് പലരും പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് അത് ഉറപ്പിച്ച് പറയാൻ വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. അപ്പം നമ്മൾ പുതിയൊരു എപ്പിസോഡിൽ ഞാൻ വേണമെങ്കിൽ എന്നല്ല, ചിലപ്പം മടിയൊന്നും ഇല്ലെങ്കിൽ ഇതുപോലൊരു ഇൻസ്പിറേഷനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒണ്ടാരിയോ വേഴ്സസ് ആൽബർട്ടോ വീഡിയോ ചെയ്യാമെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഉറപ്പില്ല, എൻ്റെ കാര്യം അതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല. അപ്പം വീണ്ടും ഒന്നുകൂടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്തവർക്ക് നന്ദി പറയട്ടെ. ഈ ചാനലിൽ എങ്ങനെ നിന്ന് പോകുന്നു എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ അത് ഈ സപ്പോർട്ട് ചെയ്തൊരു കാരണമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അസ്ലവിസ്ത, അഡിയോസ്, ബൈ.